നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ ജാതി മതിൽ പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ യുക്തിവാദി സംഘത്തിന്റെ പ്രതിഷേധം. 21-ാം നൂറ്റാണ്ടിലും ജാതിമത വെറിയുമായി നടക്കുന്ന ഭരണ സംവിധാനങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം അപകടകരമാണെന്ന് യുക്തിവാദി സംഘം സംസ്ഥാന കൗൺസിലർ വി.കെ. ജയപ്രകാശ്. ഭരിക്കാനുള്ള അവകാശം ഭരണഘടനയെ അട്ടിമറിക്കാനുള്ളതല്ല എന്നും ജയപ്രകാശ്. പാലക്കാട് മാട്ടുമന്ത ശ്മശാനത്തിൽ NSSന് ഭൂമി പതിച്ചു നൽകിയെന്ന വിവാദം ആളിപ്പടരുന്നു. എന്നാൽ നഗരസഭ ആർക്കും സ്ഥലം നൽകിയിട്ടില്ലെന്നും NSSന് ഷെഡ് നിർമ്മിക്കാനുള്ള അനുമതി മാത്രമാണ് നൽകിയതെന്നും നഗരസഭാ ചെയർപേഴ്സൺ. നഗരസഭയിൽ ജാതി വിവേചനമാണ് നടക്കുന്നതെന്ന് UDFും LDFും. വാടനാംകുറിശി റെയിൽവേ പരിസരത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം മുറിച്ചുമാറ്റേണ്ടത് ആര്? അപകടം പതിയിരിക്കുന്നതറിയാതെ KSEBയും PWDയും ഗ്രാമപഞ്ചായത്തും. വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകി പൊതുപ്രവർത്തകർ. പാലക്കാട്ട് ഹോട്ടലിൽ മോഷണം. സിഗരറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ കവർന്നത് 5000-ലധികം രൂപ. കള്ളന് കൂട്ടുവന്ന ആൾ ബോധമില്ലാതെ കിടന്നുറങ്ങിയത് 45 മിനിറ്റ്. തൃശൂരിൽ വില്ലേജ് ഓഫീസിൽ മോഷണശ്രമം. വാർത്തകൾ വിശദമായി. 21-ാം നൂറ്റാണ്ടിലും ജാതിമത വെറിയുമായി നടക്കുന്ന ഭരണ സംവിധാനങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങൾ അപകടകരമാണെന്ന് കേരള യുക്തിവാദി സംഘം സംസ്ഥാന കൗൺസിലർ വി.കെ. ജയപ്രകാശ്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ ജാതിമതിൽ പൊളിച്ചുമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പാലക്കാട് നഗരസഭ പൊതുശ്മശാനത്തിലെ ജാതിമതിൽ പൊളിച്ചുമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കേരള യുക്തിവാദി സംഘം നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയപ്രകാശ്. 21-ാം നൂറ്റാണ്ടിലും ജാതിമത വെറിയുമായി നടക്കുന്ന ഭരണ സംവിധാനങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം അപകടകരമാണ്. പൗരസാമൂഹിക സ്വാതന്ത്ര്യത്തിനുമേൽ നടത്തിയ സുപ്രീം കോടതി നിരീക്ഷണങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനമാണ് നഗരസഭയുടേത്. അജണ്ടകൾ ചർച്ച ചെയ്യാതെ ബഹളമുണ്ടാക്കി കാര്യം നേടുന്ന സ്ഥിതി അപകടകരമാണ്. ജാതി വ്യവസ്ഥിതിക്കെതിരായി മതിൽ കെട്ടിയ കേരളത്തിലാണ് ശ്മശാനത്തിൽ പോലും ജാതി മതിൽ ഉയരുന്നതെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണമെന്നും വി.കെ. ജയപ്രകാശ് പറഞ്ഞു. നടപടിക്രമങ്ങളും ചട്ടങ്ങളും പരിശോധിച്ചാണ് കൊടുക്കുക. നിരവധി പരിശോധന നടത്തിയിട്ടാണ് കൊടുക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ നഗരസഭ തീരുമാനമെടുത്ത് അത് 7/2/24 ആ തീരുമാനമനുസരിച്ച് 20 സെന്റ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി തിരിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് കടലാസിൽ കാണുന്നത്. അളന്ന് തിട്ടപ്പെടുത്തി തിരിച്ചു കൊടുക്കുകയും അങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാനുള്ളതൊന്നും തറവാട്ട് സ്വത്തല്ല. പൊതുജനങ്ങളുടെ സ്വത്ത് അങ്ങനെ കൈകാര്യം ചെയ്യാൻ ഒരു വ്യവസ്ഥയിലും ഇപ്പോഴത്തെ സാഹചര്യത്തിലും സാധ്യമല്ല. ശക്തിധരൻ അധ്യക്ഷത വഹിച്ചു. അനിൽകുമാർ, ശബരി ഗിരീഷ്, സതീഷ് കൊയിലോത്ത്, നാരായണൻകുട്ടി, വേണുഗോപാൽ, രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള മാട്ടുമന്ത ശ്മശാനത്തിൽ NSSന് ഭൂമി പതിച്ചു നൽകി എന്ന വിവാദം ആളിപ്പടരുന്നു. എന്നാൽ ആർക്കും സ്ഥലം പതിച്ചു നൽകിയിട്ടില്ല എന്നും പൊതുശ്മശാനത്തിൽ NSSന് ഒരു ഷെഡ് കെട്ടാൻ മാത്രമാണ് അനുമതി നൽകിയതെന്നാണ് നഗരസഭാ ചെയർപേഴ്സന്റെ പ്രതികരണം. ഇതിനിടെ നഗരസഭയിൽ ജാതി വിവേചനമാണ് നടക്കുന്നതെന്ന് UDF, LDFും ആരോപണവുമായി രംഗത്തെത്തി. 3 കൗൺസിലായി ഒരു പൊതുശ്മശാനത്തിലെ 20 സെന്റ് സ്ഥലം പതിച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ കൊണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ കൗൺസിലിനും ഇത് തന്നെയായിരുന്നു പ്രശ്നം. പക്ഷേ പാലക്കാട് നഗരസഭയിൽ 15/9/2023 ഒരു സന്നദ്ധ സംഘടന അവിടെ ഒരു പൊതു ശ്മശാനത്തിൽ ഒരു ഷെഡ് കെട്ടാൻ എല്ലാ ജാതി മതസ്ഥർക്കും ഒരു ഷെഡ് കിട്ടുന്നതിന് വേണ്ടി ഒരു അനുമതി വേണമെന്ന് പാലക്കാട് നഗരസഭാ സെക്രട്ടറി അറിയിക്കുകയും 30/9/2023 അത് കൗൺസിൽ വയ്ക്കുകയും കൗൺസിൽ ഒന്നടങ്കം അത് പാസ്സായതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആ സന്നദ്ധ സംഘടന വരികയും അതുപോലെ തന്നെ ആ സ്ഥലം നമ്മൾ കൊടുക്കുകയും ചെയ്തു. ആ സ്ഥലത്ത് ഷെഡ് കിട്ടാനുള്ള നടപടി തുടങ്ങുന്ന സമയത്ത് നമ്മളെ ഒന്നും അറിയിക്കാതെ ചുറ്റുമതിൽ കെട്ടാനുള്ള ഒരു പരിപാടി അവിടെ മുന്നോട്ട് കൊണ്ടുവച്ചു. അപ്പോൾ ഞങ്ങളെ അറിയിക്കുകയും ഞാനും സെക്രട്ടറിയും അപ്പം തന്നെ പോയി ഗെയിമാരെ എല്ലാവരും പോയി പരിശോധിച്ചപ്പോൾ ഇവിടെ ചുറ്റുമതിൽ കെട്ടരുത്, അത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കൊടുക്കുകയുണ്ടായി. ഇതൊരു പൊതുശ്മശാനത്തിൽ, പാലക്കാട് നഗരസഭയുടെ പൊതുശ്മശാനത്തിൽ അവിടെ എല്ലാവർക്കും ശവസംസ്കാരം നടത്തുന്ന ഒരു സ്ഥലമാണെന്ന് പാലക്കാട് കൗൺസിലിലെ എല്ലാവർക്കും അറിയാം, ഇവിടെയുള്ള ജനങ്ങൾക്കും അറിയാം. ഇത് ഒരാൾക്ക് പതിച്ചു കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇത് അനാവശ്യമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഏതോ ഒരു സമുദായ സംഘടനയുടെ പേരും പറഞ്ഞ് അവർക്ക് കൊടുക്കുകയാണ്, പതിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരു പൊതുസ്ഥലം ആർക്കും പതിച്ചു കൊടുക്കാൻ ഒരു നഗരസഭയ്ക്കും സാധിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം.
പക്ഷെ ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളെ അങ്ങനെ ജാതീയ വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ട് ഉള്ള പ്രവർത്തനമാണ് ഇന്ന് കഴിഞ്ഞ കൗൺസിൽ ദിനങ്ങളിലൊക്കെ ഉണ്ടായത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ശ്മശാനവുമായി ബന്ധപ്പെട്ട ജാതി വിവാദം ആളിപ്പടരുന്നതിനിടയിലാണ് ചെയർപേഴ്സന്റെ പ്രതികരണം. ശ്മശാനത്തിലെ 20 സെന്റ് സ്ഥലം വളച്ചുകെട്ടിയ NSSന്റെ നടപടിയാണ് വിവാദത്തിന് തുടക്കമിട്ടത്. വിവരമറിഞ്ഞെത്തിയ നഗരസഭാ അധികൃതർ നിർമ്മാണ പ്രവർത്തനം തടഞ്ഞിരുന്നു. BJP ഭരിക്കുന്ന നഗരസഭയിൽ ജാതി വിവേചനം നടക്കുകയാണെന്ന് ആരോപിച്ച് UDFും LDFും രംഗത്തെത്തി. അതിനിടയിലാണ് ചെയർപേഴ്സൺ വിശദീകരണവുമായി എത്തിയിരിക്കുന്നത്. ശ്മശാനത്തിൽ ഒരു ഷെഡ് കെട്ടുന്നതിന് നഗരസഭാ കൗൺസിലിന്റെ തീരുമാനപ്രകാരം അനുമതി നൽകുക മാത്രമാണ് ചെയ്തതെന്നും ഷെഡ് ഉപയോഗിക്കാൻ എല്ലാ സമുദായക്കാർക്കും അനുമതി ഉണ്ടാകുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടനംകുറിശി റെയിൽവേ പരിസരത്തെ അപകടകരമായി നിൽക്കുന്ന മരം മുറിച്ചുമാറ്റേണ്ടത് ആര്? അപകടം പതിയിരിക്കുന്നതറിയാതെ PWDയും KSEBയും ഗ്രാമപഞ്ചായത്തും. വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകി പൊതുപ്രവർത്തകർ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ വാടാനംകുറിശി തോട്ടുപാലത്തിന്റെ കൈവരിയോട് ചേർന്ന് നിൽക്കുന്ന വാഗമരം തോട്ടിലേക്കും വൈദ്യുതി തൂണിലേക്കും ചാഞ്ഞു നിൽക്കുകയാണ്. ഈ മരം വീഴാൻ ഇടയാവുകയോ വലിയ കൊമ്പുകൾ പൊട്ടിവീഴുകയോ ചെയ്താൽ 6ഓളം വൈദ്യുതി പോസ്റ്റുകൾ പൊട്ടിവീഴും. ജനസാന്ദ്രത കൂടിയ ഇടം കൂടിയാണ് ഈ പ്രദേശം. ഒപ്പം ട്രെയിൻ വരുന്ന സമയത്ത് ഗേറ്റ് അടച്ചിട്ടാൽ നിരവധി വാഹനങ്ങൾ കിടക്കുന്നത് ഈ മരച്ചുവട്ടിലാണ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഗുരുവായൂർ പാലക്കാട് റോഡാണിത്. ഒപ്പം തന്നെ റെയിൽവേയുടെ ഹൈറ്റ് ഗേജിനും മരം അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. പ്രദേശത്ത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ അസീസ് ഷൊർണൂർ റോഡ് വിഭാഗം PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും ഓങ്ങല്ലൂർ KSEB സെക്ഷൻ AEക്കും ഓങ്ങല്ലൂർ 2 വില്ലേജ് ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഒരു പ്രതികരണവും ഇതുവരെ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വൻ നാശനഷ്ടത്തിന്റെ മുന്നറിയിപ്പ് നൽകിയിട്ടും ഒരു നടപടിയുമെടുക്കാത്ത വകുപ്പുകൾ ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിക്കുകയാണെങ്കിൽ വകുപ്പ് മേധാവികൾ ഒരുപോലെ ഉത്തരം നൽകേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് ഹോട്ടലിനകത്ത് കയറിയ കള്ളൻ സിഗരറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ 5000 രൂപയിലധികം കവർന്നു. കള്ളന് കൂട്ടുവന്ന ആൾ ബോധമില്ലാതെ ഹോട്ടലിന് മുന്നിൽ കിടന്നു. 45 മിനിറ്റ് നേരം ചെലവഴിച്ച ഇരുവരും ആരുടെയും കണ്ണിൽപ്പെടാതെ മുങ്ങി. പാലക്കാട് യാക്കര ജംഗ്ഷനിലെ ഹോട്ടലിലാണ് മോഷണം നടന്നത്. തിങ്കളാഴ്ച രാത്രി 10 മണിക്ക് ഉടമ R. രമേശ് കടപൂട്ടി വീട്ടിലേക്ക് പോയ ശേഷമാണ് സംഭവം. ഹോട്ടലിന് മുന്നിലെത്തിയവരിൽ ഒരാൾ ഷട്ടറിന്റെ ചെറിയ വിടവിലൂടെ അകത്തേക്ക് കയറുകയായിരുന്നു. കൂടെ വന്നയാൾ പുറത്തുനിന്നു. അടുക്കള ഭാഗത്തേക്ക് കയറിയ കള്ളൻ സിഗരറ്റ് ലൈറ്റർ തെളിച്ച് ക്യാഷ് കൗണ്ടറിന്റെ ഭാഗത്തേക്ക് പോയി. മറ്റൊരു മേശയ്ക്കരികിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ തപ്പിയെടുത്ത് മേശ തുറന്ന് പണമെടുക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പുറത്തുവന്ന മോഷ്ടാവ് ഹോട്ടലിന് മുന്നിൽ ലക്കുകെട്ട് കിടക്കുന്ന സഹായിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും പിന്നീട് ഇയാളുമായി സ്ഥലം വിടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഹോട്ടലിലെ ഒരു മുറിയിൽ പതിവായി താമസിക്കാറുള്ള ജീവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും മോഷണ വിവരം അറിഞ്ഞില്ല. ചൊവ്വാഴ്ച കട തുറക്കാനെത്തിയപ്പോഴാണ് പണം നഷ്ടപ്പെട്ടത് അറിഞ്ഞതെന്നും മേശ തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നുവെന്നും രമേശ് പറഞ്ഞു. രാത്രി 10 മണിയായി കടയടച്ച് അതിലൊരാൾ നല്ല മറ്റൊരു അവസ്ഥയിലുണ്ടായിരുന്നു. ഇയാൾ ഗ്ലാസ് വഴി കയറി വളരെ ആവശ്യമായിട്ട് അതിൻ്റെ ഒരു ചെറിയ വിടവുണ്ട്. ആ വിടവിൽ കയറി അകത്ത് വളരെ സോഫ്റ്റായിട്ട് തന്നെ ആൾ ക്യാഷിലോട്ട് പോയി. പകലൊക്കെ കണ്ടുപിടിച്ചതായിട്ടാണ് നമുക്ക് അറിയുന്നത്. ക്യാഷിലോട്ട് വന്ന് പുറത്തിറങ്ങി കാവ്യം കഷ്ട ഡ്രോയിലും കാവ്യം പക്ഷേ അതിലുണ്ടായിരുന്നത് അത് പിന്നെ ഒരാളുടെ സാലറി ഞാൻ മാറ്റി വയ്ക്കുന്നു. പാലക്കാട് ടൗൺ സൗത്ത് പോലീസിൽ പരാതി നൽകി. നഗരത്തിൽ 2 ആഴ്ചയ്ക്കിടെ 2ാം തവണയാണ് ഹോട്ടലിൽ കള്ളൻ കയറുന്നത്. മെയ് 21-ന് ചന്ദ്രനഗറിനടുത്തുള്ള ഹോട്ടലിൽ കയറിയ കള്ളൻ 29,000 രൂപ കവർന്ന ശേഷം ഭക്ഷണം ചൂടാക്കി കഴിച്ച് വിശ്രമിച്ച ശേഷം മുങ്ങിയിരുന്നു. ഇയാളുടെ ദൃശ്യങ്ങളും CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നെങ്കിലും പിടികൂടാനായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ വില്ലേജ് ഓഫീസിൽ മോഷണശ്രമം. നഗരത്തിലെ വടക്കേ സ്റ്റാൻഡിന് സമീപത്തെ വില്ലേജ് ഓഫീസിലാണ് മോഷണശ്രമം നടന്നത്. ഓഫീസിന്റെ മുൻഭാഗത്തെ ജനലുകൾ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നത്. ഓഫീസിന്റെ മുൻഭാഗത്തെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. ഓഫീസിനകത്തെ അലമാരകൾ കുത്തിത്തുറന്ന നിലയിലാണ്.
രാവിലെ ഓഫീസ് തുറക്കാൻ ജീവനക്കാർ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. പണമോ മറ്റു രേഖകളോ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം. തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പരീക്ഷാ വിജയത്തിനൊപ്പം സമൂഹത്തിലെ പ്രശ്നങ്ങളിലും വിദ്യാർത്ഥികളുടെ ഫലപ്രദമായ ഇടപെടൽ അനിവാര്യമാണെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KS അലിയാർ. SSLC +2 വിദ്യാർത്ഥികൾക്ക് കേരള പത്രപ്രവർത്തക യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി നൽകിയ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഠനത്തിലും മികവിലും താരതമ്യം ചെയ്യുന്നത് ഭൂഷണമല്ല. ഓരോ മേഖലകളിലുമായിരിക്കും ഓരോരുത്തരുടെ കഴിവ്. ഇന്ന് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരായിരിക്കും നാളെ ഏറെ മുന്നിലെത്തുക. പഠന മികവ് കൊണ്ട് ആരെയും വിലയിരുത്താനും കഴിയില്ല. ഉന്നത വിജയം നേടിയവരെ മാത്രമല്ല എല്ലാവരെയും അനുമോദിക്കാനുള്ള പ്രസ് ക്ലബിന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്നും ആസിഫ് അലിയാർ കൂട്ടിച്ചേർത്തു. അപ്പൊ എനിക്ക് നിങ്ങളുടെ സാലറി എത്ര കാര്യങ്ങൾ അറിയില്ല, പക്ഷെ എന്നാലും ആ വ്യക്തി എന്റെ ആ സുഹൃത്തിന്റെ ആയിട്ട് പല സമയങ്ങളിൽ സംസാരിക്കാൻ മനസ്സിലാവുന്ന കാര്യങ്ങൾ അത്ര വലിയ സാലറി ആണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ സാലറി അറിയില്ല, പക്ഷെ ആ ഒരു ഇതിൽ ഞാൻ പറയാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത് എനിക്ക് ആ കാര്യം വേണം, എനിക്ക് ഫുൾ A+ കിട്ടാൻ നേരത്തെ എനിക്ക് അച്ഛൻ ഈ കാര്യം തരാമെന്ന് പറഞ്ഞിരുന്നു, തന്നില്ല. അല്ലെങ്കിൽ എനിക്ക് ഇതുപോലത്തെ ഒരു ബൈക്ക് വേണം, കാറ് വേണം, അതുപോലെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങൾ പറയാൻ നേരത്തൊക്കെ ഈ മക്കളെ നിങ്ങൾ ജോലി ചെയ്യുന്ന ആ ജോലി അല്ലെങ്കിൽ ആ ജോലിയുടെ ആ എൻവയോൺമെന്റിലേക്ക് കൂടി 1-2 ദിവസങ്ങളിലൊക്കെ ഒന്ന് കൊണ്ടുപോയണോ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നിങ്ങളെ വർക്ക് നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കാനും നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും പരിമിതികളും എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കുട്ടികളെ കൂടി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മുൻകൈയെടുത്തുകൊണ്ട് നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ സാധിക്കുമെങ്കിൽ കൊണ്ടുപോകുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതുപോലെ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് നോബൽ ജോസ് അധ്യക്ഷനായിരുന്നു. S. ശ്രീനേഷ്, മധുസൂദനൻ കർത്ത, മുഹമ്മദ് അലി പാക്കുളം, N. രമേശ്, സുരേഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി മത്സരത്തിൽ പങ്കെടുത്ത പാലക്കാട് ജില്ലാ ടീമംഗങ്ങൾക്ക് ഉപഹാരവും നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുതുതല പഞ്ചായത്തിലെ SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയവരെയും LSS, USS, NMMS നേടിയവരെയും അനുമോദിച്ചു. മുഹമ്മദ് മൂസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊടുമുണ്ട ബാബൂസ് ഓഡിറ്റോറിയത്തിലായിരുന്നു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ MLA വിതരണം ചെയ്തു. ഇതിനു പുറമെ മറ്റ് വിവിധ പുരസ്കാരങ്ങളും MLA വിതരണം ചെയ്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് C. മുകേഷ്, PM ഉഷ, M. സുബൈദ, K. ബിന്ദു, PD സുബീഷ്, ചന്ദ്രമോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിന വാരാഘോഷത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി മുൻ റെയിൽവേ ഗേറ്റിന് സമീപം വൃക്ഷത്തൈ നട്ടു. ചടങ്ങിൽ മാധ്യമപ്രവർത്തകരും വിവിധ ക്ലബ്ബ് ഭാരവാഹികളും പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. അഡ്വക്കേറ്റ് മായാദാസ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. AKPA വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് PV മുരളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ബയോ നാച്ചുറൽ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ KM അബ്ദുൽ സലാം മുഖ്യാതിഥിയായി പങ്കെടുത്തു. AKPA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ലെൻസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഷോബി ഷൈൻ ലാബ്, ലിൻഡോ ആൽഫ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുകാരെ എല്ലാവരും ഈ ചടങ്ങിലേക്ക് ഞാൻ വീണ്ടും ഒരു സ്വാഗതം ചെയ്യാണ്. ഞങ്ങൾ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജൂൺ 5-ാം തീയതി ഈ നല്ല രീതിയിൽ വിപുലമായിട്ടുള്ള പരിപാടികൾ നടത്തുന്നത് കാരണമാണ് 4-ാം തീയതിയാണ് ഇത് ഇവിടെ ഈ വടക്കാഞ്ചേരിയിൽ ചെയ്യാനായിട്ട് സാധിച്ചത്. എല്ലാ വർഷവും ഞങ്ങൾ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും വളരെ കൃത്യതയോടെ ചെയ്തു പോകുന്ന ഒരു പരിപാടിയാണ്. മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി AK മിഥുൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നമ്മുടെ മെമ്പർ ഒരു സാധാരണ മെമ്പറല്ല. വാർഡിൽ ഉടനീളം വെളിച്ചം പരത്തുന്ന ഒരാൾ കൂടിയാണ്. വാണിയംകുളം പഞ്ചായത്തിലെ 14-ാം വാർഡ് മെമ്പർ ത്രാങ്ങാലി ദേവസംപറമ്പിൽ D. ശങ്കരനാരായണൻ എന്ന ഉണ്ണിയുടെ കഥയാണ് പറയുന്നത്. കാണാം ഉണ്ണിയേട്ടൻ്റെ പ്രവർത്തനങ്ങൾ. ശങ്കരനാരായണൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിൽ കറണ്ടുണ്ടെങ്കിൽ പൂനിലാവാണ്. 2018-ൽ KSEBയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇരിക്കുമ്പോഴാണ് CPIM പാർട്ടി ശങ്കരനാരായണനോട് മത്സരിക്കാൻ പറയുന്നത്. അതുപ്രകാരം മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. സർവീസിലുള്ളപ്പോൾ തന്നെ പഞ്ചായത്തിൽ ഉടനീളം വോൾട്ടേജ് കൂടിയ സ്ട്രീറ്റ് ലൈറ്റുകൾ മാറ്റി 9 വോൾട്ടിന്റെ ബൾബുകളാക്കി പഞ്ചായത്തിന് വരുന്ന കറണ്ട് ബിൽ തുക കുറയ്ക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ശങ്കരനാരായണൻ. ഈ ഇനത്തിൽ മാസത്തുകയിൽ 1 ലക്ഷം രൂപയാണ് പഞ്ചായത്തിന് ലാഭമുണ്ടാക്കിയത്. പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ലെന്ന് കണ്ടാൽ ഉണ്ണിയേട്ടനൊരു വിളിയാണ്. ഉടൻ കോണിയുമായെത്തി പോസ്റ്റിൽ കയറി പ്രശ്നം പരിഹരിക്കുകയാണ് പതിവ്.
ജനങ്ങൾക്കും ശങ്കരനാരായണന്റെ ഇടപെടലിൽ സന്തോഷമാണ്. നമ്മുടെ ഉണ്ണിയേട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് വളരെ സിമ്പിളാണ്. ഇപ്പം നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ വല്ല ബൾബ് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആളെ വിളിച്ച് പറയേണ്ട താമസമുള്ളൂ. ആളപ്പം തന്നെ വരും. പക്ഷെ വേറെ ആരുമല്ല, ആൾ തന്നെയാണത് കയറിയിട്ട് മാറ്റുന്നത് ഇതുവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആൾ വളരെ സിമ്പിളാണ്. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഏത് നേരത്തെ വേണമെങ്കിലും വിളിച്ചാലും ആൾ ഓടി വരുന്നൊരു നമ്മളെപ്പോഴും കാണാറുള്ളതാണ്. 14 വാർഡ് പരിധിയിൽ 300 സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട് നിലവിൽ. മാസത്തിൽ 10 ബൾബ് വരെ ഫീസാകുമെന്ന് ശങ്കരനാരായണൻ പറഞ്ഞു. 14 വാർഡിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടമാനം നമ്മൾ ഇപ്രാവശ്യം പ്രൊജക്റ്റ് വെച്ചതാണ്. അപ്പോൾ ഒരുപാട് ലൈറ്റുകളുണ്ട്. അപ്പോൾ ലൈറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഏകദേശം ഈ ഇടിമിന്ന മഴ പെയ്യാന്നൊക്കെ സമയത്തൊക്കെയാണ് അല്ലാതെ പോവുക. അപ്പോൾ പഞ്ചായത്തിൻ്റെ നിലയ്ക്ക് കോൺട്രാക്റ്റ് എടുത്ത് അത് വന്ന് ചെയ്യണമെങ്കിൽ എങ്ങനെയും അതിൻ്റേതായ സമയക്രമങ്ങളുണ്ട്. 3 മാസം 2 മാസം ഒക്കെ കൂടുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ പ്രദേശത്ത് ലൈറ്റിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സമയബന്ധിതമായി ആളുകൾ പറയുമ്പോൾ അവിടെ ചെന്ന്, അതുപോലെ തന്നെ ഞാൻ രാത്രി മുഴുവൻ തന്നെ ഈ ഏരിയ കൂടെ നടക്കുന്ന ആളാണ്, ബൈക്ക് നടക്കുന്ന ആളാണെന്നുള്ളക്ക് ഞാനും അത് ശ്രദ്ധിക്കും. അങ്ങനെ ഞാൻ തന്നെ അത് പോസ്റ്റിലൊക്കെ കയറി മറ്റ് സഹായികളൊക്കെ വെച്ച് ഞാൻ തന്നെ ഇത് ചെയ്തു കൊടുക്കും. അതിന് എനിക്ക് പ്രധാനമായിട്ടും ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് ഞാൻ KSEBയിൽ 2018 വരെ ഓവർസിയർ ആയിരുന്നു. ലൈൻമാനിൽ പോയി ഓവർസിയർ ആയിട്ടാണ് ഞാൻ റിട്ടയർഡ് ആയത്. ആ റിട്ടയർഡ് ആയതിനു ശേഷമാണ് പഞ്ചായത്തിൽ മെമ്പറായി കയറിയത്. വാണിയംകുളം പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെരുവ് വിളക്ക് പരിപാലനമുണ്ടെങ്കിലും അതിനൊന്നും കാത്തുനിൽക്കാൻ ശങ്കരനാരായണൻ തയ്യാറല്ല. തെരുവ് വിളക്ക് കത്താതിരുന്നാൽ ശങ്കരനാരായണന് ഉറക്കമില്ല. ഇതിനുള്ള ബൾബുകളും സ്റ്റോക്ക് ചെയ്തു വയ്ക്കും. വാർഡിൽ തെരുവ് വിളക്ക് പരിപാലനത്തിന് കരാറുകാരൻ വന്നാൽ ബൾബുകൾ മാറ്റിവാങ്ങും. പ്രദേശത്ത് KSEBയിൽ തകരാർ വന്നാലും അത് പരിഹരിക്കുന്നതിൽ ശങ്കരനാരായണൻ മുന്നിലാണ്. വൈദ്യുതി അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണവും നടത്തും. അത്യാവശ്യത്തിന് പുറത്തുള്ള വാർഡ് മെമ്പർമാർ തെരുവ് വിളക്കുകൾ കത്തുന്നില്ല, ഒന്ന് ശരിയാക്കി തരുമോ എന്ന് പറഞ്ഞ് വിളിച്ചാലും അത് നിരസിക്കാറില്ല. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും KSEB അധികൃതരും പൂർണ്ണ പിന്തുണയും നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ കാർഷിക വിഭാഗം ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിയൻ ഉദ്ഘാടനം വിവിധ പരിപാടികളോടെ നടന്നു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിലെ സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയാണ്. അധ്യാപകർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനുള്ള ബോഡികളുണ്ട്, അവസരങ്ങളുണ്ട്. ഇവിടുത്തെ തൊഴിലാളികൾക്ക് അവരുടെ കാര്യങ്ങൾ പറയാനുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ കാര്യങ്ങൾ പറയുക മാത്രമല്ല, അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, അവരുടെ കഴിവുകളെ യഥാർത്ഥത്തിൽ പ്രകടിപ്പിക്കാൻ ഒരു ജനാധിപത്യ സമൂഹമായി വിദ്യാർത്ഥികൾ വളരുന്നതിന് ഏറ്റവും മികച്ച സംഭാവന നൽകാനൊക്കെ സ്റ്റുഡൻസ് യൂണിയന് കഴിയും. ധരുവ എന്ന പേരിലാണ് 2024-2025 വർഷത്തെ കോളേജ് യൂണിയൻ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ എൻഡോവ്മെന്റ് വിതരണം MLA നിർവഹിച്ചു. RIRS മേധാവി ഡോക്ടർ P. രാജി അധ്യക്ഷയായി. ഡോക്ടർ V. തുളസി, ഡോക്ടർ J. ജിജി അലൻ, ഡോക്ടർ മാലിനി നിളാമുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ പ്രസിഡന്റ് വൈഭവ് ജ്യോതി സ്വാഗതവും PC ബിസ്നീൻ ഷഹന നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സാമ്പത്തികമായി വളരെ തകർന്ന അവസ്ഥയിലാണെന്നും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടതുണ്ടെന്നും ഇതിനായി മാത്രം 25 ലക്ഷം രൂപ കണ്ടെത്തേണ്ടതുണ്ടെന്നും ഷൊർണൂർ കല്ലിപ്പാടം സ്വദേശി കീരുത്തൊടി ശിവകുമാർ പറഞ്ഞു. ശിവകുമാറിന്റെ ജീവൻ നിലനിർത്തുന്നതിനായി സാമ്പത്തിക സഹായത്തിന് വിവിധ മേഖലകളിൽ സമീപനം നടത്തിയിട്ടുണ്ടെന്ന് ജനകീയ കമ്മിറ്റി കൺവീനർ K. ലക്ഷ്മണനും പറഞ്ഞു. സുമനസുകളുടെ കാരുണ്യം തേടുകയാണ് ഒരു കുടുംബം. ഷൊർണൂർ നഗരസഭ 14 വാർഡ് കീരിത്തൊടി വീട്ടിൽ 52 വയസ്സുള്ള ശിവകുമാർ കുറേ നാളുകളായി വൃക്ക സംബന്ധമായ രോഗവുമായി കണ്ണയമ്പുറം വള്ളവനാട് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ആഴ്ചയിൽ 3 തവണ ഇദ്ദേഹത്തിന് ഡയാലിസിസ് ചെയ്തു വരുന്നു. ഇതിന്റെ ഭാഗമായി വലിയൊരു സംഖ്യ തന്നെ ചിലവഴിച്ചു കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ അടിയന്തരമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ടെന്ന് വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ശിവകുമാറിന്റെ ഭാര്യ സബിത വൃക്ക ദാനം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി 25 ലക്ഷം രൂപ ആവശ്യമായി വരും. ഈ ട്രാൻസ്പ്ലാന്റിന് ഏകദേശം 25 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നുണ്ട്. ഇത്രയും വലിയ സംഖ്യ എന്നെക്കൊണ്ട് എടുക്കാൻ കഴിയില്ല. അതൊരു നാട്ടുകാരുടെയും വ്യാപാരി വ്യവസായ സമൂഹത്തിൻ്റെയും അഭിവൃദ്ധിയിൽ എനിക്ക് വേണ്ടി സഹകരണം ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിന് വരുന്ന സാമ്പത്തിക ബാധ്യത ശിവകുമാറിന്റെ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഞാനാണ് കിഡ്നി കൊടുക്കുന്നത്.
ഇപ്പോൾ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെയാണ്. ഏകദേശം 25 ലക്ഷം രൂപ ചിലവ് വരുമെന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ സാമ്പത്തികമായിട്ട് ഇത്രയും വർഷമായി 4.5 വർഷമായി ഡയാലിസിസ് തുടങ്ങിയിട്ട്. ഇത്ര വർഷമായിട്ട് ഇൻഫെക്ഷൻ വന്ന കാരണം കൊണ്ട് പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ എന്തായാലും വേഗം ചെയ്യണം, ഇനി നീട്ടിവെക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇതിനായി ഷൊർണൂർ പ്രദേശത്തെ ജനങ്ങളുടെ കൂട്ടായ്മയിൽ ശിവകുമാറിന്റെ ചികിത്സാ സഹായത്തിനായി MP, MLA, മുനിസിപ്പൽ ചെയർമാൻ, സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ വ്യക്തികളുമടങ്ങുന്ന ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവർക്ക് വേണ്ട സഹായത്തിന് വേണ്ടി എല്ലാ നാട്ടുകാരെയും മറ്റ് വർഗബഹുജന സംഘടന അതേപോലെ സ്ഥാപനങ്ങൾ എല്ലാവരെയും ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട 25 ലക്ഷം രൂപയുടെ ധനസഹായം ലഭ്യമാക്കുന്നതിന് പ്രവർത്തിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതിൽ എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാവണം. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ ജാതി മതിൽ പൊളിച്ചുമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ യുക്തിവാദി സംഘത്തിന്റെ പ്രതിഷേധം. 21-ാം നൂറ്റാണ്ടിലും ജാതി മതവെറിയുമായി നടക്കുന്ന ഭരണ സംവിധാനങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം അപകടകരമാണെന്ന് യുക്തിവാദി സംഘം സംസ്ഥാന കൗൺസിലർ VK ജയപ്രകാശ്. ഭരിക്കാനുള്ള അവകാശം ഭരണഘടനയെ അട്ടിമറിക്കാനുള്ളതല്ല എന്നും ജയപ്രകാശ്. പാലക്കാട് മാട്ടുമന്ത ശ്മശാനത്തിൽ NSSന് ഭൂമി പതിച്ചു നൽകിയെന്ന വിവാദം ആളിപ്പടരുന്നു. എന്നാൽ നഗരസഭ ആർക്കും സ്ഥലം നൽകിയിട്ടില്ലെന്നും NSSന് ഷെഡ് നിർമ്മിക്കാനുള്ള അനുമതി മാത്രമാണ് നൽകിയതെന്നും നഗരസഭാ ചെയർപേഴ്സൺ. നഗരസഭയിൽ ജാതി വിവേചനമാണ് നടക്കുന്നതെന്ന് UDFും LDFും. വാടനാംകുറിശി റെയിൽവേ പരിസരത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം മുറിച്ചുമാറ്റേണ്ടത് ആര്? അപകടം പതിയിരിക്കുന്നതറിയാതെ KSEBയും PWDയും ഗ്രാമപഞ്ചായത്തും. വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകി പൊതുപ്രവർത്തകർ. പാലക്കാട്ട് ഹോട്ടലിൽ മോഷണം. സിഗരറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ കവർന്നത് 5000-ലധികം രൂപ. കള്ളന് കൂട്ടുവന്ന ആൾ ബോധമില്ലാതെ കിടന്നുറങ്ങിയത് 45 മിനിറ്റ്. തൃശൂരിൽ വില്ലേജ് ഓഫീസിൽ മോഷണ ശ്രമം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.